അടുത്തത് ജേക്കബ് ആൻഡ് വില്യം ഗ്രിം ബ്രദേഴ്സിൻ്റെ ദ ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസ് എന്നുള്ള ഒരു ടെയിൽ, ഒരു ഫാരി ടെയിൽ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി റൈറ്റേഴ്സ്. ജേക്കബ് ആൻഡ് വില്യം ഗ്രിം എന്ന് പറയുന്നത് അവരെ ബ്രദേഴ്സ് ഗ്രിം എന്നാണ് അറിയപ്പെടുന്നത്. അവർ ജർമ്മൻ അക്കാഡമീഷ്യൻസ് ആണ്, ലിംഗ്വിസ്റ്റുകളാണ്, കൾച്ചറൽ റിസർച്ചേഴ്സും കൂടിയാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്ലോർ അല്ലെങ്കിൽ ഫെയറി ടെയിൽസിൻ്റെ കളക്ഷൻ്റെ ആളുകളാണ് ഈ ജേക്കബ് ആൻഡ് വില്യം ഗ്രിം എന്ന് പറയുന്ന ഈ രണ്ട് ബ്രദേഴ്സ്. ഒരു ജർമ്മനിയിലാണ് ജനിച്ചത്. ഒരാൾ 1785, ജേക്കബ് 1785 വില്യം 1786 ജനിച്ചത്. അവരുടെ മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഗ്രിംസ് ഫെയറി ടെയിൽസ് എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1812. അതിനകത്താണ് സിൻഡ്രല്ല, സ്നോ വൈറ്റ്, ഹാൻസൽ ആൻഡ് ഗ്രീറ്റൽ, റാപ്പൻസൽ ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ ഇവരുടെ ഈ ഒരു കളക്ഷനകത്താണ് ഉണ്ടായിരുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് വളരെ ഡാർക്കറായിട്ടും ഈ സ്കോളേഴ്സിനും അഡൾട്ട്സിനും വേണ്ടി മാത്രമാണ് ഇവർ എഴുതിയത്. പക്ഷേ പിന്നീടാണ് അവർ കുട്ടികൾക്ക് വേണ്ടി മോഡിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്തത്. അപ്പം ഫോക്ലോർ വർക്ക്സ് അല്ലാതെ ബ്രദേഴ്സ് ഗ്രിം എന്ന് പറയുന്നത് ഈ ലിംഗ്വിസ്റ്റിക്സിന് വേണ്ടി, അതായത് ലാംഗ്വേജിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയും കുറേയൊക്കെ കോൺട്രിബ്യൂഷൻസ് അവരായിട്ട് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഗ്രിംസ് ലോ എന്നുള്ളൊരു ലോ തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കാൻ വേണ്ടിയുള്ളൊരു കൈൻഡ് ഓഫ് ലോ ആണ് ഗ്രിംസ് ലോ എന്ന് പറയുന്നത്. സോ അതായത് നമ്മുടെ സൗണ്ടിൽ എന്തൊക്കെ ഷിഫ്റ്റ് ഉണ്ടായി, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, സൗണ്ടുകളിൽ എന്തൊക്കെ ഷിഫ്റ്റ് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഗ്രിംസ് ലോയ്ക്കകത്ത് പഠിക്കുന്നത് നമ്മൾ. സോ ഈ ബ്രദേഴ്സ് ഗ്രിം എന്ന് പറയുന്ന ആളുകൾ ഈ ഫോക്ക് ടെയിൽസ് അല്ലെങ്കിൽ ഫെയറി ടെയിൽസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ദ 12 ഡാൻസിങ് പ്രിൻസസ് എന്നും ഈ ഒരു ഷോർട്ട് സ്റ്റോറിയെ അറിയപ്പെടുന്നുണ്ട്. അത് ബ്രദേഴ്സ് ഗ്രിം കളക്ഷനകത്തുള്ളൊരു ഒരു ഫെയറി ടെയിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് ദ 12 ഡാൻസിങ് പ്രിൻസസസ് അല്ലെങ്കിൽ ദ ഷൂസ് ദാറ്റ് വെയർ ഡാൻസ് ടു പീസസ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കിങ്ങിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. അതായത് കിങ്ങിന് 12 ഡോട്ടേഴ്സ് ഉണ്ട്. അവർക്കൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ട്. അതായത് എല്ലാ ദിവസവും രാവിലെ അവരുടെ ഷൂസ് നോക്കുമ്പോൾ അത് വോൺ ഔട്ട് ആയിട്ടിരിക്കുവാണ്, കീറിപ്പൊളിഞ്ഞിരിക്കുവാണ്. ആസ് ഇഫ് എന്താണ് ആ ഷൂസ് വെച്ചിട്ട് അവർ രാത്രി ഫുൾ ഡാൻസ് ചെയ്തതുപോലാണ് കാണുന്നത്. പക്ഷെ ആർക്കും അറിയത്തില്ല എവിടെ വെച്ച് ഡാൻസ് ചെയ്യുന്നു, എങ്ങനെ ഡാൻസ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ എന്തോ സംഭവമൊന്നും അറിയത്തില്ല. അവരുടെ ഷൂസ് രാവിലെ ആകുമ്പോൾ വോൺ ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കിങ് എന്താണെന്ന് വെച്ചാൽ ഒരു വിളംബരം പ്രഖ്യാപിച്ചു, അതായത് പ്രൊക്ലമേഷൻ നടത്തി. ആരാണ് ഈ ഒരു സീക്രറ്റ് അൺകവർ ചെയ്യുന്നത് അവർക്ക് നല്ല റിവാർഡ്സ് കൊടുക്കാമെന്ന്. അങ്ങനെ റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഡോട്ടേഴ്സിന് ഏതെങ്കിലും ഒരു ഡോട്ടറിനെ കല്യാണം കഴിക്കാം, ത്രോണിൽ സക്സഷൻ കിട്ടും, അതായത് അടുത്ത രാജാവായിട്ടും പ്രഖ്യാപിക്കും. ഹൗവർ ഇഫ് അയാൾ സീക്രട്ട് ഡിസ്കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഫ്റ്റർ 3 nights എന്താണ് അയാളെ കൊല്ലും. ഹി വിൽ ബി സെൻറ്റൻസ് ടു ഡെത്ത് എന്നുള്ളൊരു പ്രൊക്ലമേഷൻ ആയിരുന്നു അത്. ഒരുപാട് രാജകുമാരന്മാർ ട്രൈ ചെയ്തു, പക്ഷേ അവർ ഫെയിലായി. അങ്ങനെ അവരുടെ ജീവനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കും ഒരു ഓൾഡ് സോൾജിയർ, വോറിൽ നിന്ന് തിരിച്ചു വന്ന ഒരു ഓൾഡ് സോൾജിയർ ഈ ഒരു ചലഞ്ചിനെ കുറിച്ച് കേൾക്കുകയും അയാളുടെ ലക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു. ആൻഡ് ഓൺ ഹിസ് വേ ഇയാൾ എന്താണ് ഒരു ഓൾഡ് വുമണിനെ ഇയാൾ മീറ്റ് ചെയ്തു. ആ ഓൾഡ് വുമൺ പറഞ്ഞത് അയാൾക്ക് ഒരു അഡ്വൈസ് കൊടുത്തു. അതായത് ഒരു ഇൻവിസിബിലിറ്റി മാജിക്കൽ ക്ലോക്ക് കൊടുത്തു, അതായത് ഒരു തുണി കൊടുത്തു, അത് ഇട്ട് കഴിഞ്ഞ് ഇൻവിസിബിളായിട്ട് നിൽക്കാം. സോ പ്രിൻസസിനെ, അതായത് ഈ രാജകുമാരിമാർ എവിടെ പോകുന്നെങ്കിലും ഇയാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഷീ വോൺസ് ഹിം നോട്ട് ടു ഡ്രിങ്ക് ദ വൈൻ ദേ സെർവ് ഹിം. അതായത് ഈ കുട്ടികൾ, അതായത് പെൺകുട്ടികൾ വൈൻ കൊടുക്കും, അത് കുടിക്കരുതെന്ന് ഇയാൾ പറയും. കാരണം അത് കുടിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഉറങ്ങിപ്പോവും. ആ ഒരു തക്കത്തിലാണ് ഇവർ എന്തുവാന്ന് വെച്ചാൽ ചെയ്യുന്നത്. ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബിഹേവിയർ നടക്കുന്നത് ഈ ഒരു വൈൻ കുടിച്ച ആളുകൾ ഉറങ്ങുന്ന സമയത്താണ്. സോ അത് കുടിക്കരുതെന്നും ഈ ഓൾഡ് വുമൺ അഡ്വൈസ് ചെയ്യും. അപ്പോൾ സോൾജിയർ എന്താണ് അവിടെ എത്തുന്നു, ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു, 12 പ്രിൻസസിനെ കാണുന്നു, വൈൻ കുടിക്കുന്ന കണക്ക് പ്രിട്ടൻഡ് ചെയ്യുന്നു. അപ്പോൾ സോൾജിയർ എന്താണ് വൈൻ പ്രിട്ടൻഡ് ചെയ്യുവാണ്, കുടിക്കുന്ന കണക്ക് പ്രിട്ടൻഡ് ചെയ്തിട്ട് പതുക്കെ അത് സീക്രറ്റ്ലി എന്ത് ചെയ്യുന്നു, വൈൻ അങ്ങ് കളയുന്നു സൈഡിൽ കൂടെ. ആൻഡ് ദാറ്റ് നൈറ്റ് ഇയാൾ എന്ത് ചെയ്യുവാണ്, ഈ മാജിക്കൽ ക്ലോക്ക് ഇട്ടിട്ട് ഈ പ്രിൻസസിനെ ഇയാൾ എന്താണ് അതായത് ഇയാൾ കണ്ടുപിടിക്കുന്നു. ഈ ഇവരുടെ ബെഡ്റൂമിൽ ഒരു ഹിഡൻ പാസേജ് ഉണ്ട്. അതിലൂടെയാണ് ഈ പ്രിൻസസസ് എന്ത് ചെയ്യുന്നത്, അതായത് രാജകുമാരിമാർ 12 പേരും എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുന്നത്. ഒരു ഹിഡൻ പാസേജിലൂടെയാണ് വെളിയിലോട്ട് അവർ ഇറങ്ങുന്നത്. അപ്പോൾ അയാൾ ഒരു അണ്ടർഗ്രൗണ്ട് വേൾഡ് കണ്ടു, അതായത് ഒരു മാജിക്കൽ ലേക്കും ഒരു എൻചാൻറ്റഡ് കാസിലും ഒക്കെ ഇയാൾ കണ്ടു. അപ്പോൾ ഈ കാസലിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ രാജകുമാരിമാർ ഡാൻസ് ചെയ്യുന്നു, 12 രാജകുമാരന്മാരുമായിട്ട്. ഇപ്പോൾ സോൾജിയർ എന്താണ് ഇതിനൊരു എവിഡൻസ് എടുക്കുവാണ് ഈ സീക്രട്ട് വേൾഡിനെ കുറിച്ച്. അതായത് ഒരു ഗോൾഡൻ ബ്രാഞ്ച് എടുത്തു, അത് രാജാവിന് പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ കിങ് വളരെയധികം സർപ്രൈസ്ഡ് ആയി സോൾജിയർ ഈ ട്രൂത്ത് പറഞ്ഞപ്പോൾ ആസ് പ്രോമിസ് എന്താണ് ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കാൻ ഇയാൾ സമ്മതിക്കുന്നു. അതായത് ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള രാജകുമാരി ഇയാൾ കല്യാണം കഴിക്കുന്നു. ആൻഡ് ഇയാൾ അടുത്ത രാജാവാകുന്നു. അപ്പോൾ സ്പെല്ല് ബ്രോക്കൺ ആയി. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു നൈറ്റ്ലി, അതായത് ഈ രാത്രി ഇറങ്ങി പോകുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു കൈൻഡ് ഓഫ് സ്പെല്ലായിരുന്നു.
അവർ ആ ഒരു സ്പെല്ലിലായിരുന്നു. അപ്പം അത് ഇയാൾ ട്രൂത്ത് റിവീൽ ചെയ്തപ്പോഴേ അതങ്ങ് ബ്രേക്കായി. സോ അതിനുശേഷം പിന്നീട് അവർ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. അപ്പം ഇതിൻ്റെ തീംസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ മിസ്റ്ററിയും ഡിസ്കവറിയാണ്. അതായത് ഒരു ഹിഡൻ ട്രൂത്തിനെ അൺകവർ ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ക്ലെവർനെസ്സിലൂടെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് ഒബീഡിയൻസ് അല്ലെങ്കിൽ ഫ്രീഡം. അതായത് രാജകുമാരിമാർ നൈറ്റിൽ എസ്കേപ്പ് ചെയ്ത് എവിടെ പോവുകയാണ്. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, റിബല്ലിനെയാണ് കാണിക്കുന്നത്. അതായത് അവർ ട്രാപ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു മാജിക്കൽ സ്പെല്ലിൽ, സോ അല്ലെങ്കിൽ ആ ഒരു കാസലിനകത്ത്. അപ്പോൾ അവർ ഇറങ്ങി പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫ്രീഡത്തിന് അല്ലെങ്കിൽ ലിബർട്ടിയാണ് കാണിക്കുന്നത്. ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ അവർ ചെയ്യുന്നത്, അത് അവരുടെ ഫ്രീഡം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ആ ഒരു ഇതിനെയാണ് അത് സിഗ്നിഫൈ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ തീം എന്ന് പറയുന്നത് ക്ലെവർനെസ്സിന് വേണ്ടിയുള്ളൊരു റിവാർഡ്, അയാൾക്ക് സമ്മാനം കിട്ടി. അതായത് ഓൾഡ് സോൾജിയർ എന്ന് പറയുന്നത് വളരെ ബ്രേവാണ്, വളരെ ഹമ്പിളാണ്. സോ അയാൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെക്കാട്ടിലും പെട്ടെന്ന് ക്ലെവർ ആയതുകൊണ്ടാണ് ഇയാൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ ഒരു കാര്യത്തിൽ സക്സീഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സോൾജിയർ എന്ന് പറയുന്നത് വളരെ വിറ്റിയാണ് ആൻഡ് വളരെ ഹമ്പിളാണ്. പിന്നെന്താണ്, ഓൾഡ് വുമണിൻ്റെ കയ്യിൽ നിന്ന് ഹെൽപ്പൊക്കെ ഇയാൾ സീക്ക് ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്, ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ചത്. ബാക്കിയുള്ള ഈ കോൺടെസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് പങ്കെടുക്കാൻ വന്ന ആളുകൾ ആരും ഈ ഓൾഡ് വുമണിനെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ചാൽ പ്രിൻസസസിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ അവർ കുറച്ച് മിസ്റ്റീരിയസ് ആണ് ആൻഡ് അവരൊരു മാജിക്കൽ സ്പെല്ലിനകത്തായിരുന്നു. പിന്നെ ഓൾഡ് വുമൺ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഫെയറി ടെയിൽസിനകത്തൊക്കെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലീഷേ ക്യാരക്ടറാണ് ഈ ഓൾഡ് വുമൺ. ഒരു ക്ലാസിക് ഹെൽപ്പർ ഫിഗറാണ്. ഗൈഡൻസും മാജിക്കൽ ടൂൾസും ഒക്കെ ഹീറോയുടെ സക്സസിന് വേണ്ടി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ദി ഓൾഡ് വുമൺ. പിന്നെ അടുത്ത സിമ്പിൾസ് എന്ന് പറയുന്നത് വോൺ ഷൂസ്, അതായത് കീറി പറഞ്ഞ ഷൂസ്. അതെന്താണ് കാണിക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഹിഡൻ ആക്ഷൻസിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഗോൾഡൻ ബ്രാഞ്ച് എന്താണ്, ഇയാൾ ആ ഒരു എവിഡൻസിന് വേണ്ടി മാജിക്കൽ വേൾഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ക്ലോക്ക് ഓഫ് ഇൻവിസിബിലിറ്റി, അതായത് ഇൻവിസിബിൾ ആകാൻ പറ്റുന്ന ഒരു ക്ലോത്ത്, അത് ഹിഡൻ ട്രൂത്തിനെ അൺകവർ ചെയ്യാൻ വേണ്ടി ഇയാൾ എടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് മോറൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻസോടുകൂടിയും വളരെ ഹമ്പിളായിട്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ്, ഇറ്റ് ഓൾസോ വാണ്ട്സ് അബൌട്ട് എന്താണ് ഓവർ കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ ഗ്രീഡിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചും പറയുന്നു. അതാരാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, ഈ രാജ്യം കിട്ടും രാജാവാകാൻ പറ്റും, ഈ രാജകുമാരിമാരെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കുറേ ആളുകൾ രാജകുമാരന്മാർ വന്നല്ലോ. പക്ഷേ അവരൊക്കെ ഭയങ്കര അരഗൻ്റ് ആയിരുന്നു. അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഓൾഡ് സോൾജിയർ അയാൾ വോറിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇയാൾ വളരെ ഹമ്പിൾ ആൻഡ് എന്താ പറയുക ക്ലെവറാണ്. ഇയാൾ വളരെ ബ്രേവാണ്. അയാൾക്ക് പൈസ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല, ഇയാൾ ജസ്റ്റ് ഒരു ലക്കിന് വേണ്ടി ലക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് തിരിച്ചിറങ്ങിയത്. അപ്പം കുറച്ച് മാജിക്കലായിട്ടുള്ള കാര്യങ്ങളും മോറൽ ലെസൺസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി നമ്മുടെ ബ്രദേഴ്സ് ഗ്രിം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റൻ ആൻസേഴ്സ് വരുമ്പോൾ വൈ ഡിഡ് കിങ് ഇഷ്യൂ എ പ്രൊക്ലമേഷൻ, അതായത് കിങ് വളരെയധികം പസിൽഡായി കൺഫ്യൂസ്ഡ് ആയി ബിക്കോസ് ഇവരുടെ ഡോട്ടേഴ്സിൻ്റെ ഷൂസ് മിസ്റ്റീരിയസ്ലി എല്ലാ ദിവസവും രാവിലെ കീറി പറഞ്ഞാണ് ഇരിക്കുന്നത്. സോ ഹി വാണ്ടഡ് സമൺ ടു അൺകവർ ദി ട്രൂത്ത്. Then what would happen to those who fail to uncover the mystery ഫെയിൽ ആയവർക്ക് എന്താണ്, അതായത് അവരെ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുവാണ്, കൊല്ലുവാണ് 3 നൈറ്റിന് ശേഷം. പിന്നെ ആരാണ് സോൾജറിനെ ഹെൽപ്പ് ചെയ്ത്, ഒരു ഓൾഡ് വുമണാണ്. ക്ലോക്ക് ഓഫ് ഇൻവിസിബിലിറ്റി കൊടുത്തു ആൻഡ് ഈ വൈൻ കുടിക്കരുത്, അതിനകത്ത് ഡ്രഗ്സ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ആൻഡ് വാട്ട് ഡിഡ് എ സോൾജർ ഡിസ്കവർ അബൌട്ട് എ പ്രിൻസസസ്, ഇയാൾ കണ്ടു ഒരു ഹിഡൻ പാസേജ് കണ്ടു, അണ്ടർഗ്രൗണ്ട് വേൾഡിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു എൻചാൻറ്റഡ് കുറേ 12 രാജകുമാരന്മാരുടെ കൂടെ ഇവരെല്ലാം ഡാൻസ് കളിക്കുന്നു. ഒരു ഗോൾഡൻ ബ്രാഞ്ച് ഇയാൾ എടുത്തുകൊണ്ട് വരുന്നു. ഓക്കെ, സോൾജിയറിന് എന്ത് റിവാർഡാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നു, എൽഡസ്റ്റ് ഡോട്ടറിനെ, ത്രോണ് ഇയാൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു സോൾജിയർ മാത്രം സക്സസ്ഫുൾ ആയത്, ബാക്കി എല്ലാവരും ഫെയിൽ ആയത്, ബിക്കോസ് ഇദ്ദേഹം ക്ലവർ ആയതുകൊണ്ടും ഈ ഓൾഡ് വുമൻ്റെ അഡ്വൈസ് ഇയാൾ എടുത്തു, ക്ലോക്ക് ആൻഡ് വിസിബിലിറ്റി ഇയാൾക്ക് കിട്ടി. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ ഭയങ്കര അരഗൻ്റ് ആയിരുന്നു, ഭയങ്കര അഹങ്കാരികളായിരുന്നു. ദെൻ എന്താണ് ഈ വോൺ ഔട്ട് ഷൂസ് സിംബലൈസ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ അത് ഹിഡൻ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഇവരുടെ ഹിഡൻ ആക്ഷൻസിനെയാണ്. അതായത് ഓരോ ഹിഡൻ ബിഹേവിയറിനും ഓരോ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ടീച്ച് ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂമിലിറ്റി, പെർസിസ്റ്റൻസ്, നമ്മൾ ആരുടെടുത്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്ന നമ്മുടെ ആ ഒരു സീക്കിംഗ് ഹെൽപ്പ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് എല്ലാവർക്കും വേണം എന്നാണ് പറഞ്ഞത്. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കണം. ഓക്കെ, പിന്നെ ഇത്രയാണ് ഇതിനകത്തുനിന്ന് വരാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.